നമസ്കാരം. അപ്പൊ ഞാൻ ഇന്ന് അയ്യപ്പസ്വാമിക്ക് മണ്ഡലകാലമായോണ്ട് അരവണയും ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ പോവാണ്. എന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ദൈവം അയ്യപ്പസ്വാമിയാണ്. അപ്പൊ ഉണ്ടാക്കാം. അപ്പം ഞാൻ ഇന്നൊരു ചട്ടിയിലാണ് ഉണ്ടാക്കുന്നത്. അരവണ ഒരു എടുക്കാത്തൊരു ചട്ടിയാണ് കേട്ടോ, യൂസ് ചെയ്യാത്തൊരു ചട്ടി. നന്നായി കഴുകി എടുത്തിട്ട് നല്ല നമ്മുടെ നെയ്യ് ഒഴിച്ച് കുറച്ച് നേരം ഒന്ന് ചൂടായ ശേഷം തേങ്ങാ കൊത്തിട്ട് വഴറ്റിയെടുക്കണം. തേങ്ങാ കൊത്തിട്ട് വഴറ്റി ഒരു ഗോൾഡൻ കളറായതിന് ശേഷം നമ്മുടെ ആദ്യം ശർക്കരപ്പാനി വേറെ റെഡിയാക്കി വെക്കണം കേട്ടോ. ഇതിന് മുമ്പ് തന്നെ സൈഡിൽ ശർക്കരപ്പാനി ഒന്ന് കുറുക്കിയെടുത്ത് വെക്കണം. അപ്പോൾ ഈ തേങ്ങാക്കൊത്ത് ഗോൾഡൻ കളർ ആയതിന് ശേഷം നമ്മുടെ ആ കഴുകി വെച്ചേക്കുന്ന അരി, ഇവിടെ ഞാൻ എടുക്കുന്ന നമ്മുടെ അരവണയ്ക്ക് എടുക്കുന്ന അരി ഉണക്കലരിയാണ്. ഇവിടെ US-ലൊക്കെ അത് മട്ട റോ റൈസ് എന്നാണ് പറയുന്നത്. കഴുകി വെച്ചേക്കുന്ന അരി നമ്മുടെ നെയ്യിലിട്ട് വഴറ്റിയ തേങ്ങാക്കൊത്തിൻ്റെ കൂടെ ഇട്ട് ജസ്റ്റ് ഒന്ന് വഴറ്റിയതിന് ശേഷം ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കണം. ഒരുപാട് വെന്ത് പോകാൻ പാടില്ല. അരവണ പായസം ആയതുകൊണ്ട് അത്യാവശ്യത്തിനുള്ളൊരു വേവ് മതി. അതായത് ഒന്ന് കടിക്കാൻ നമുക്ക് കിട്ടണം. പായസം വെക്കുമ്പോൾ കുറച്ച് കടിക്കാൻ കിട്ടണം, എന്നാലാണ് അരവണയുടെ ടേസ്റ്റ് ഉള്ളത്. അപ്പം ഞാൻ ദാ ഇവിടെ നെയ്യിലിട്ട് ഒന്നും കൂടെ ഒന്ന് വഴറ്റിയ അരി ഒന്നും കൂടെ ഒന്ന് വഴറ്റിയിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ് അത് വേവാനായിട്ട്. എന്നിട്ട് ഞാനിവിടെ ഒരു ഇല വെച്ച് അടച്ച് വയ്ക്കുന്നുണ്ട്. ഒന്ന് വെന്തെടുക്കാൻ വേണ്ടിയിട്ട്. ഒന്ന് വെന്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസും കൂടെ ആഡ് ചെയ്യാം. അപ്പോൾ അതാ കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്ക് ഒരു പാതി വേവായിട്ടുണ്ട്. അതാ ഇത്രയൊക്കെ വെന്താൽ മതി. നമുക്ക് അരി പോലെ തോന്നും, പക്ഷെ കുറച്ച് വേവും കുറച്ച് വെന്തിട്ടുണ്ടായിരിക്കും. പക്ഷേ ഭയങ്കരമായിട്ട് നമ്മുടെ നെയ് പായസം പോലെ വെന്ത് പോകരുത്. അപ്പോൾ അതിന് ശേഷം ഉരുക്കി നമ്മൾ കുറുക്കി വെച്ചേക്കുന്ന ശർക്കര പാനി അതിലോട്ട് അരിച്ചൊഴിച്ചു കൊടുക്കണം. കാര്യം വല്ല അഴുക്കോ പൊടിയോ ഒക്കെ ഉണ്ടെങ്കിൽ പോകാനാണ്. അരിച്ചൊഴിച്ചതിന് ശേഷം അതിൽ കിടന്ന് അരി നല്ലതായിട്ട് ഒന്നും കൂടെ വേകുമ്പോഴത്തേക്ക് കുറച്ചുകൂടെ ഒരു വേവ് കിട്ടും എന്നും പറഞ്ഞ് നന്നായിട്ട് അങ്ങ് വെന്തുടഞ്ഞും പോകത്തില്ല. അപ്പോൾ അതൊഴിച്ച് കുറച്ചും കൂടെ നേരം വേവിച്ചെടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് തിളച്ച് വന്ന് ഒന്ന് കുറുകിയൊക്കെ വരുമ്പോഴത്തേക്ക് ഞാൻ വീണ്ടും നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നത് ഒരു ടേസ്റ്റ് കൂട്ടും. അതിന് ശേഷം ഏലക്ക ചതച്ചാണ് ഞാനിവിടെ ഇട്ട് കൊടുക്കുന്നത്. ഏലക്ക ചതച്ചതും ചുക്കുപൊടിയും ജീരകത്തിൻ്റെ പൊടിയും കൂടെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് പായസത്തിലോട്ട്. ഒരുവിധം ഒന്ന് വറ്റി വരണം. ഇവിടെ തണുപ്പ് രാജ്യമായതുകൊണ്ട് ഞാൻ ഒരുപാട് അങ്ങ് വറ്റിച്ചില്ല. കാര്യം ഒരുപാട് വറ്റിച്ചാൽ പിന്നെ നമുക്ക് സ്പൂൺ കൊണ്ടുപോലും കോരിയെടുക്കാൻ പറ്റത്തില്ല. നാട്ടിലാണെങ്കിൽ എനിക്ക് തോന്നുന്നു കറക്റ്റ് ആ വേവ് നമുക്ക് കിട്ടും. അപ്പം ഞാൻ അങ്ങനെയാണ് അരവണ ഉണ്ടാക്കിയത്. അപ്പം അതേ ഉണ്ണിയപ്പം റെഡിയായി. അപ്പം നല്ല ചൂട് ഉണ്ണിയപ്പം ഞാൻ തലേദിവസേ മാവൊക്കെ ചേർത്ത് വെച്ചിട്ട് രാവിലെയാണ് എടുത്ത് ഉണ്ടാക്കിയത്. ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പി വേണമെങ്കിൽ കമൻറ്റ് ചെയ്യണേ. എന്നിട്ട് അരവണയും കൂടെ ചേർത്ത് കണ്ടില്ലേ, ഇപ്പം മണ്ഡലകാലമൊക്കെ ആകുമ്പം നമുക്ക് നാട്ടിൽ നിന്നൊക്കെ മാറിയിരിക്കുന്നവർക്ക് അരവണയൊക്കെ കഴിക്കാൻ കൊതിയാവില്ലേ. അപ്പം നിങ്ങൾക്ക് തന്നെ ഉണ്ടാക്കി വെക്കാവുന്നതേ ഉള്ളൂ അരവണ ആൻഡ് ഉണ്ണിയപ്പം. അപ്പോൾ ഏവർക്കും മണ്ഡലകാല ആശംസകൾ നേരുന്നു. താങ്ക്